യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. എൻ്റെ പേര് സന്തോഷ്. ഞാൻ ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ ഒരു സാക്ഷ്യം എന്ന് വെച്ചാൽ 2019 എനിക്കൊരു എന്ന് വെച്ചാൽ ദുശീലം വരുന്നത് അത് സിഗരറ്റ് വലിയെന്ന് വെച്ചാൽ ഞാൻ ചെയിൻ സ്മോക്കറാണ്. ചെയിൻ സ്മോക്കർ എന്ന് വെച്ചാൽ ഒന്ന് വലിച്ച് കളഞ്ഞ് ഒരു 2 സെക്കൻഡ് കഴിഞ്ഞാൽ അടുത്ത സിഗരറ്റ് വലിക്കണം. അതിങ്ങനെ വലിക്കുക കളയുക. അത് വീട്ടിൽ തന്നെ ഒരു ബുദ്ധിമുട്ടായി, വീട്ടുകാർക്ക് ബുദ്ധിമുട്ട്, എല്ലാവർക്കും. അപ്പം മക്കൾ തന്നെ എന്നോട് പറയാൻ തുടങ്ങി, പപ്പ ഇങ്ങനെ വലിക്കരുത്, ലാസ്റ്റ് എന്തെങ്കിലും അസുഖം ഉണ്ടാവും. ഞാൻ പറയില്ല, ഞാനല്ലേ വലിക്കുന്നേ, അന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിങ്ങനെ നിന്നു. ഒരു ദിവസം അത് ഞാൻ ജോലി ചെയ്യുന്നിടത്ത് വെച്ച് ചെറിയൊരു 9 മണിയായപ്പോൾ എനിക്കൊരു നെഞ്ചുവേദന. അപ്പോൾ കൂടുതൽ ജോലി ഞാൻ ഹോട്ടൽ ജോലിക്കാരനാണ്. അപ്പോൾ കൂടുതൽ ജോലി എന്നൊരു പറഞ്ഞു, കുഴപ്പമില്ല, ചിലപ്പോൾ നമ്മുടെ അത് എന്താ അതിന് പറഞ്ഞു വിലങ്ങിയായിരിക്കും എന്ന് പറഞ്ഞു. വിലങ്ങിയാന്ന് പറഞ്ഞു. ഇവരെൻ്റെ പുറത്തിട്ട് ഇടിച്ചു. ഞാൻ കൊണ്ടു നടക്കുന്നു. 9 മണി കഴിഞ്ഞു, 10 മണിയായി, വേദന കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴും ഞാനിവിടെ പറഞ്ഞടാ വേദന കൂടുകയാണ്. ഓ അത് വിലങ്ങിയാ, നീ കുഴപ്പമില്ല, നീ എന്താ ഇഞ്ചിയോ എന്തൊക്കെ എടുത്ത് കഴിച്ചു നോക്കാൻ പറഞ്ഞു. ഞാൻ അതെല്ലാം കഴിഞ്ഞ് ഡ്യൂട്ടി കഴിഞ്ഞ് 10 മണിയായി റൂമിൽ ചെന്നു. ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളാരും ഉറങ്ങണ്ട, ഒരു കാര്യം ചെയ്യാം, നമുക്ക് കുറച്ച് നേരം ഇവിടെ ഇരിക്കാം, ഒന്ന് ചീട്ട് കളിക്കാമെന്ന് പറഞ്ഞു. ഉള്ളവരും പറഞ്ഞു ഞാൻ ചീട്ട് കളിക്കാമെന്ന് പറഞ്ഞു. സാറിന് എല്ലാവരും ഓരോ റൂമിൽ പോകുന്നത്. അന്ന് ഞാൻ ഇവരെ ആരും റൂമിൽ വിടാതെ എൻ്റെ കൂട്ടത്തിൽ കിടത്തി. അവിടെ നിന്ന് ചീട്ട് കളിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഒരു 11:30 ആയപ്പോഴത്തേനും എനിക്ക് വേദന കൂടി. അപ്പം ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ വെട്ടി വീർക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു, കാര്യം ഞാൻ ഒന്ന് കുളിക്കട്ടെ, നിങ്ങളാരും എഴുന്നേറ്റ് പോകണമെന്ന് പറഞ്ഞു. ഞാൻ കുളിക്കാൻ ബാത്റൂമിൽ കയറിയപ്പോൾ എനിക്ക് സംശയം, ബാത്റൂമിൽ കുറ്റിയിട്ടാൽ എന്താ സംഭവിക്കുന്നത്. ഞാൻ ബാത്റൂം കുറ്റിയിട്ടില്ല. കുറ്റിയിടാതെ അവിടെ നിന്നുകൊണ്ട് ഒരു ബക്കറ്റ് വെള്ളം തലയിൽ കൂടെ ഒഴിച്ചു. എനിക്കെന്ന് പറയാമെന്ന് വെച്ചാൽ കുറേ കൂടെ ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആ ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ അതിനെക്കാട്ടി കൂടുതലാണ് ഞാൻ വിയർത്ത് പോകുന്നത്. വിയർത്ത് ഞാൻ പുറത്തോട്ടിറങ്ങി, ബാത്റൂം പുറത്തിറങ്ങിയപ്പോഴും ഞാൻ പറയുന്നു, എന്നെ ഒന്ന് പിടിച്ചോ, എന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്ക്. എത്രയും എനിക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. എന്നെ അവിടുന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിച്ചു. ചെന്നപ്പോൾ പറഞ്ഞ് ബ്ലോക്കായി പോവുകയാണ്, ആൾ ഏത് നിമിഷം പോവും, നിങ്ങളൊരു കാര്യം ചെയ്യും, ഇവിടുന്ന് എത്രയും പെട്ടെന്ന് കോട്ടയത്ത് എത്തിക്കുക. ഇഞ്ചക്ഷൻ, ഫസ്റ്റ് എയ്ഡ് 2 ഇഞ്ചക്ഷൻ അവിടുന്ന് കൊടുക്കുന്നു. അവിടുന്ന് നേരെ കോട്ടയം മെഡിക്കൽ കോളേജ് 1.5 മണിക്കൂർ 2 മണിക്കൂറിൽ എത്തിക്കണം. 2 മണിക്കൂർ കൊണ്ട് തന്നെ കോട്ടയം മെഡിക്കൽ കോളേജ് എത്തിച്ചു. ഡോക്ടർമാർ പരിശോധിക്കുന്നു, പുള്ളിക്ക് അറ്റാക്കാണ്, ഉടനെ ആൻജിയോഗ്രാം ചെയ്യണം. ആൻജിയോഗ്രാം ചെയ്തു. മകളും മകനും മാത്രമേ ഉള്ളൂ. വൈഫ് ഇവിടെയില്ലായിരുന്നു, വൈഫ് ജോലി സ്ഥലത്തായിരുന്നു. മക്കൾ പറഞ്ഞു ശരി ചെയ്യാമെന്ന് പറഞ്ഞു. അന്ന് തന്നെ രാത്രി ആൻജിയോഗ്രാം ചെയ്യുന്നു. 4 ബ്ലോക്ക്, അത് ക്രിട്ടിക്കൽ. ഉടനെ തന്നെ ഓപ്പറേഷൻ 1 മണിക്കൂർ. അത് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യുന്ന ഇതാണെന്ന് പറയുന്നത് എന്നോട് ചോദിക്കുന്നത് ചെയ്യട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നും പറയാനില്ല, കാരണം മക്കൾ പറഞ്ഞു ചെയ്തേ കൊത്തുള്ളൂ പറഞ്ഞു. ഞാൻ ചെയ്യിച്ചു. 15 ദിവസം കഴിഞ്ഞ് അടുത്ത രണ്ടാമത്തെ, അതായത് 4 ബ്ലോക്കിൽ 2 എണ്ണം അന്ന് തന്നെ ചെയ്തു. പിന്നെ 15 ദിവസം കഴിഞ്ഞ് ഈ 2 ബ്ലോക്ക് ചെയ്യുന്നു. അങ്ങനെയെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ട് കൊണ്ടുവന്ന് തന്നെ വീട്ടിൽ കൊണ്ടുവന്നിരിക്കും. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഒരു 12 മണി 1 മണി വരെ ഇങ്ങനെ ഇരിക്കും, പേടിയാണ്. അപ്പോൾ എല്ലാവരും പറയും ഈ അറ്റാക്ക് കഴിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞാൽ മരിച്ചു പോകുന്നു. അപ്പോൾ ആ പേടി കാരണം എനിക്ക് ഉറക്കമില്ല. ഞാൻ കുത്തിയിരിക്കുക. അപ്പോൾ എൻ്റെ അമ്മയുണ്ട്, എൻ്റെ മകളുണ്ട്, ഇടത്തു നിന്ന് ഇരിക്കും. എന്നോട് പറയും ഉറങ്ങിക്കോ, ഞങ്ങൾ നോക്കിക്കോളാൻ പറയും. പക്ഷേ എനിക്ക് പേടിയും വിറയലും കാരണം ഞാൻ ഉറങ്ങത്തില്ലായിരുന്നു. അങ്ങനെ കിടന്ന് എൻ്റെ കരുത്തിൽ കൊന്ത കിടപ്പുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇത് കൊന്ത ജപിക്കാൻ അറിയത്തില്ല കേട്ടോ. ഉള്ള കാര്യം പറയും, ഞാൻ എന്തുവാ എനിക്കത് ജപിക്കാൻ അറിയത്തില്ലായിരുന്നു. ഞാനത് ജപിച്ചു വെച്ചാൽ എങ്ങനെയൊക്കെയോ ജപിച്ച് തീർത്തി ഞാനത്. പക്ഷേ ഞാൻ കിടന്നു ഒരു 1:30-2 മണി ആയപ്പോൾ ഞാൻ മയക്കം പിടിച്ചു. മയക്കം നല്ലൊരു ഉറക്കത്തിലോട്ട് വഴി വീണെന്ന് എനിക്കറിയാം. പിന്നെ ഞാനൊരു 4 ആയപ്പോഴാണ് കണ്ണുറക്കുമ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ ഇരിക്കുന്നത് എൻ്റെ കട്ടിലിരിക്കുകയാണ്. ഇരുന്നിട്ട് എൻ്റെ ഇങ്ങനെ നെറ്റിയിൽ ഇങ്ങനെ തടവിക്കൊണ്ട് പറഞ്ഞു, നീ എന്തിനു പേടിക്കുന്നേ, ഞാനിത് നെറ്റ് കൊടുത്തേ ഉള്ളതെന്ന്. അപ്പോൾ എനിക്കൊന്നും ഇത് ആരെ എന്നെ ഇങ്ങനെ വിളിച്ചു കൊടുത്തുന്നത്. ഞാൻ ചാടി അമ്മയെ വിളിക്കാൻ വേണ്ടി, അമ്മ എനിക്ക് നാക്ക് പോകുന്നില്ല. ഞാൻ ചാടി എഴുന്നേറ്റ് ഇങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ അടുത്ത് ഇരുന്ന ആൾ എഴുന്നേറ്റ് പോകുന്നു പുറത്തോട്ട് വെച്ചാൽ കഥ അടച്ചിട്ട് വേണം, അതിനിടയ്ക്കൂടെ പോകുന്നത്. അമ്മയും മോളെയും വിളിച്ചു നിർത്തി. ഞാൻ പറഞ്ഞത് എന്താ സംഭവം എനിക്കറിയത്തില്ല. ഞാൻ അപ്പോഴത്തേക്കും എന്നെ പറഞ്ഞു, മോൻ പേടിക്കണ്ട, നീ വിശ്വസിക്കുന്ന ദൈവം നിൻ്റെ അടുക്ക വന്നാൽ. അത് ഉറപ്പായിരുന്നു, എനിക്ക് വന്നെന്നുള്ള നല്ല വിശ്വാസമാണ്. രണ്ടാമത്തെ ഒരു സംഭവം എന്ന് വെച്ചാൽ എൻ്റെ മകൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ഫിക്സ് വന്നു. ഫിക്സ് എന്ന് വെച്ചാൽ ഇരിക്കുന്ന ഇരിപ്പയും അവൻ കുഴഞ്ഞു വീണു. വീണ്ടും പിടയ്ക്ക് കിടന്നുണ്ട്. നമ്മളൊരു വഴി എന്നെ പിടയ്ക്കുന്ന അതുവരെ ഈ പിടയ്ക്ക് ഞങ്ങൾ പിടിച്ച് നോക്കി. 4 പേര് പിടിച്ച് നിൽക്കുന്നില്ല. ഇവൻ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുവന്ന് ഇവിടെ മെഡിക്കൽ കോളേജിൽ പിന്നെയും കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവന്ന് പറഞ്ഞു ഫിക്സിൻ്റെ അസുഖമാണ്, 2 വർഷം അവൻ തുടർച്ചയായിട്ട് മരുന്ന് കഴിക്കണം. 2 വർഷം ഞങ്ങൾ മരുന്ന് കൊടുത്തു. 2 വർഷം കഴിഞ്ഞ് പിന്നെയും 2 വർഷം കഴിഞ്ഞ് ചെന്നപ്പോൾ കുറവില്ല. പിന്നെയും 2 വർഷത്തേക്ക് പിന്നെ നീട്ടി എഴുതി. ഈ 2 വർഷം അപ്പോൾ ഞാൻ ഉറമ്പെടുത്തുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഈ തേനും ഉപ്പും ഞങ്ങൾ ഇവനറിയാതെ ഞാൻ കഴിക്കുന്ന കൂടെ തന്നെ ഇവനും കൊടുത്തുകൊണ്ടിരുന്നു. ആരും പറയില്ല. പിന്നെ രാത്രി അവൻ കിടന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പോയി കുരിശ് വരച്ചു കൊടുക്കും. അങ്ങനെ ആയിക്കഴിഞ്ഞ് ഈ 2 മാസം മുമ്പ് ഞാൻ നമ്മുടെ സെൻറ്റ് മേരീസിൽ തൊടുപുഴ സെൻറ്റ് മേരീസിൽ ഹോസ്പിറ്റലിൽ പോയി. ഞങ്ങളൊന്ന് ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി പോയി, ഇവൻ്റെ രോഗത്തിൻ്റെ വിവരം അറിയാൻ വേണ്ടി ചെന്ന് ചെക്കപ്പ് ചെയ്തപ്പോൾ ഒരു കുഴപ്പമില്ല അവന്. ഒരു കുഴപ്പം ഞാൻ അങ്ങനെ ഒരു അസുഖം അവന് വന്നിട്ടുള്ള രീതിയിലാണ് കാണിക്കുന്നത് ആ റിസൾട്ടിൽ. അതിനൊരു മഹാഭാഗ്യമായിട്ട് എനിക്ക് തോന്നുന്നത്.
പിന്നെ എൻ്റെ മകളുടെ കല്യാണം. അത് ഞാൻ ഉടമ്പടി വെച്ചൊരു കാര്യമാണ്. കാരണം നല്ലപോലെ നടന്നു കിട്ടണമെന്ന് പ്രാർത്ഥിച്ചൊരു കാര്യമായിരുന്നു. അത് കല്യാണം നടക്കാൻ വേണ്ടി നമ്മൾ ഉള്ളതിന് മതി ഞങ്ങൾ സ്വരൂപിച്ച് വെച്ച കാശ് വേറെ ആക്കും വേണ്ടി കൊടുത്തു. പുള്ളി സമയം നമ്മൾ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് ആ സമയം നിങ്ങൾക്ക് പൈസ തന്നേക്കാം, അല്ലെങ്കിൽ സ്വർണ്ണം തരാൻ പറഞ്ഞു. കല്യാണത്തിന് ഒരാഴ്ച മുമ്പ് പോയിട്ട് നമ്മൾ മലബാർ ഗോൾഡ്, ഈ എറണാകുളം മലബാർ ഗോൾഡിൽ പോയിട്ട് നമ്മൾ സ്വർണ്ണം ബുക്ക് ചെയ്തു. ഇവർ അന്നേരം പറഞ്ഞ് കുഴപ്പമില്ല, വീട്ടിൽ പോയിക്കോ, ഞങ്ങൾ സ്വർണ്ണമായിട്ട് എത്തിക്കോളാം. ഇയാൾ പറയാണ്. ഞങ്ങളത് വിശ്വസിച്ച് എറണാകുളം തിരിച്ചു വന്നു. കല്യാണ ഡേറ്റ് എടുക്കാറായി. 3 ദിവസം വരെ ആയിട്ട് ഇയാളെ കാണുന്നില്ല, വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഞങ്ങൾക്ക് പേടിയായി. കല്യാണം എല്ലാവരും വിളിച്ചു. കല്യാണ തലേദിവസം വരെ ഞങ്ങൾ പറഞ്ഞു മുട്ടുകുത്തി പ്രാർത്ഥിക്കുക, 5:30 എഴുന്നേറ്റ് ഞങ്ങൾ പ്രാർത്ഥിക്കണം, കാരണം ഇവന്ന് വന്നാൽ മതി, കാരണം ഈ സ്വർണ്ണം കിട്ടാതെ മോളെ ഇറക്കി വിടത്തില്ല. അന്ന് തലേദിവസം, കല്യാണത്തിന് തലേദിവസം ഞങ്ങൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഞാൻ ഇരിക്കുമ്പോൾ 5:30 കഴിഞ്ഞ് 6 മണിയായപ്പോൾ ഈ ആളെത്തിയിരിക്കുന്നു സ്വർണ്ണമായിട്ട്. അങ്ങനെ എൻ്റെ മകളുടെ കല്യാണം അത്ര ഭംഗിയായിട്ട് ഞങ്ങൾക്ക് നടക്കാൻ പറ്റും. അത് മാതാവിൻ്റെ ഒരു അനുഗ്രഹം മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. ഞാൻ പറഞ്ഞു ഞാൻ ഹിന്ദു, പക്ഷേ ഞാൻ ഇത് വിശ്വസിക്കാൻ തുടങ്ങി പിന്നെ എനിക്ക് പരാജയം തോന്നിയിട്ടില്ല, ഉണ്ടായിട്ടുമില്ല. പിന്നെ മറ്റൊരു ഇതെന്ന് വെച്ചാൽ, ഞാൻ കട്ടപ്പന പറയുന്നത് പറഞ്ഞില്ലേ, കട്ടപ്പനയിൽ മുനിസിപ്പാലിറ്റി ആദ്യമായിട്ട് കോവിഡ് ഉണ്ടായ ശേഷം കട്ടപ്പനയിൽ ആദ്യമായിട്ട് കോവിഡ് ഉണ്ടാകുന്ന എനിക്കാണ്, കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ. ഇത് കളക്ടർ വിളിച്ച് ചോദിച്ചു. അപ്പോൾ എല്ലാവരും വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ആ പേടി, കാരണം മരിച്ചു പോകുമല്ലോ, കാരണം കൊറോണ വരുന്നതല്ല, അന്നേരം മരിക്കുകയല്ലേ ചെയ്യുന്നത്, അതിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു പോകും. അപ്പോൾ വീടിന് പുറത്തിറങ്ങരുത് പറഞ്ഞു. മക്കളോട് പറഞ്ഞു കഥകളടച്ചിട്ട് പപ്പ മാത്രം പരിക്കാതിരുന്നു, നിങ്ങളെല്ലാം കഥകളടച്ചിട്ടോളാൻ പറഞ്ഞു. ഇത് നാട്ടുകാർ മൊത്തം അറിഞ്ഞു. നമുക്ക് പുറത്തിറങ്ങാൻ വയ്യ, വല്ലാത്തൊരവസ്ഥ. എന്നെ ഒരു 10 മണിയായപ്പോൾ ഡോക്ടർമാരും കുറേ ആൾക്കാർ വന്ന് എന്നെ കൊണ്ടുപോയി നേരെ ഇടുക്കി മെഡിക്കലിൽ, കാരണം ഈ ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞുകൊണ്ട് എനിക്ക് എന്തിനും സംഭവിക്കും, അതുകൊണ്ട് നേരെ മെഡിക്കലിലാണ് കൊണ്ടുപോയി എന്നെ കൊണ്ടുവന്ന് വാർഡിൽ കയറ്റി അവിടെ കിടത്തി. അപ്പോൾ പ്രത്യേകം ഡോക്ടർ പറഞ്ഞു ശ്രദ്ധിച്ചോണം, കാരണം പുള്ളിക്ക് ഈ ഹാർട്ടിൻ്റെ ഗുളികയെല്ലാം കഴിക്കുന്നതാണ്, ഓപ്പറേഷൻ കഴിഞ്ഞാൽ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. ഒരു രാത്രി 1 മണിയായപ്പോൾ എനിക്ക് മുഖമൊക്കെ അങ്ങ് വീർക്കാൻ തുടങ്ങി. മുഖം വീർത്തു, ന്യൂമോണിയ ആണെന്ന് തോന്നുന്നു, കാരണം അതുപോലെ ചൂടായിട്ട് മുഖം വീർത്ത് ഏത് സമയം ഞാൻ പൊട്ടിപ്പോകുന്ന രീതിയാണ് മുഖം ഇരിക്കുന്നത്. വെളുപ്പിനെ ഞാൻ ഡോക്ടറെ വിളിച്ചു. ഡോക്ടറെ വിളിക്കാൻ ഞാൻ നേഴ്സിനെ കൈകൊണ്ട് കാണിച്ചു. നേഴ്സുമാർ വരത്തില്ല, ഞാൻ കൈകൊണ്ട് കാണിച്ച് വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ശ്വാസം പറഞ്ഞു, എന്നെ എത്രയും പെട്ടെന്ന് എന്നെ ഹോസ്പിറ്റലിൽ ഇരിക്കുക, അല്ലെ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു. ഒരു ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് ഐസിയുലിട്ട് കയറ്റിക്കോളാൻ പറഞ്ഞു. ഐസിയു കയറ്റി ഞാൻ 2 ദിവസം. അപ്പോൾ എൻ്റെ കൈ കിടക്കുന്ന ഈ കൊന്തയിലാണ് ഞാൻ പിടുത്തം മൊത്തം. ഞാൻ ആ കൊന്ത പിടുത്തില്ല, ഈ കൊന്ത പിടുത്തം. എൻ്റെ തൊട്ടപ്പുറത്ത് ഒരു വല്യപ്പൻ കിടപ്പുണ്ട്. പുള്ളിക്ക് 75 വയസ്സുള്ളൂ. പുള്ളിക്ക് ഒരു അസുഖമില്ല, കൊറോണ മാത്രമേ ഉള്ളൂ. ഈ കൊറോണ കഴിഞ്ഞ് പുള്ളിയെ ഡിസ്ചാർജ് ചെയ്യുന്നു. എൻ്റെ വാർഡിൽ നിന്ന്, ഈ ICU നിന്ന് പുള്ളിയെ വാർഡിലോട്ട് ഡിസ്ചാർജ് ചെയ്യുന്നു. ഞാൻ ICU കിടക്കുന്നു. 2 ദിവസം കഴിഞ്ഞു. 3-ാം ദിവസം പിന്നെ ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് അതിന് യാതൊരുവിധ ഇതുമില്ല, എനിക്ക് കൊറോണ മുക്തിയായി. അപ്പോൾ എന്നോട് പറഞ്ഞു കുഴപ്പമില്ല, സന്തോഷമായി, ഒരു കാര്യം ഞാൻ വാർഡിലോട്ട് മാറ്റാം, എന്നാലും ഒബ്സർവേഷൻ ഒരു 3 ദിവസം ഇരിക്കേ എന്ന് പറഞ്ഞു. എന്നെ വാർഡിലോട്ട് വന്നപ്പോൾ ഈ കാർന്ന് വരെ തിരിച്ച് ICU കയറ്റി. അന്ന് കഴിഞ്ഞാൽ ഞാൻ കേൾക്കുന്നത് പുള്ളി മരിച്ചു എന്നുള്ളതാണ്. ഞാൻ പോകേണ്ടത് ആ കാർന്ന് വരെ ആ ദൈവം കൊണ്ട് അത് മഹാഭാഗ്യം. കാരണം വേറെ ഒന്നുമില്ല, കാരണം എന്താ വെച്ചാൽ എന്നോട് ചോദിക്കുകയും ചെയ്തു, നിനക്ക് ഇത് വന്നിട്ട് നീ എന്താ ഇങ്ങനെ ആയിപ്പോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞിട്ട് ഞാൻ കഴിക്കുമായിരുന്നു, അതുകൊണ്ടാണ് എനിക്കിങ്ങനെ അസുഖം വന്നുകൊണ്ടാണ്. ഞാനിതൊന്നും ചെയ്യാത്തതിന് ഞാൻ എന്നിട്ട് എനിക്കിത് വന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് ആ മരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊന്ന് കാണാൻ പറ്റില്ല, കാരണം 5 മണിക്കാണ് പുള്ളി അടയ്ക്കിയത്. അത് വീട്ടുകാരെ പോലും അറിയിക്കാതെ ചെയ്തു. ഈ ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ച അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. അതിനോടൊപ്പം സാക്ഷ്യം പറയാൻ താമസിച്ചതിൽ ഒത്തിരി ക്ഷമ ചോദിക്കുന്നു. ഞാൻ കുവൈറ്റിലായിരുന്നു. കുവൈറ്റിലെ ഒരു അറബി ഹൗസിൽ ഹോം നേഴ്സായിട്ട് ജോലി ചെയ്യുമായിരുന്നു. അവിടെ ഒത്തിരി, അതായത് എനിക്ക് അവരുടെ ലാംഗ്വേജൊന്നും അറിയില്ല, നമ്മുടെ ഇത് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകില്ല. പിന്നെ അത്യാവശ്യം അറിയാവുന്ന ഇംഗ്ലീഷൊക്കെ കൂട്ടിച്ചേർത്താണ് അവരോട് സംസാരിക്കുന്നത്. അവരും അതുപോലെ തന്നെ ഇങ്ങോട്ട് നമുക്ക് റിപ്ലൈ ഒക്കെ തരും. നന്നായിട്ട് കണ്ടിന്യൂ ആയിട്ടൊന്നും സംസാരിക്കാൻ എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ യൂട്യൂബിൽ വഴിയാണ് മാതാവിനെ അറിഞ്ഞത്. യൂട്യൂബ് അപ്പോൾ എനിക്ക് ചെറിയൊരു ഫോണായിരുന്നു. അപ്പോൾ കുറച്ച് നാൾ ഞാനിങ്ങനെ മാതാവിൻ്റെ സാക്ഷ്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം, സമാധാനം അവിടെ ഉണ്ടായി. അപ്പോൾ അതിനുശേഷം എൻ്റെ ഈ ഫോൺ അങ്ങ് ഫോൺ മൊത്തം ബ്ലോക്കായിപ്പോയി. അപ്പോൾ എനിക്കൊരു ഫോണില്ല. അവരോടൊന്ന് പറഞ്ഞൊരു ഫോൺ വാങ്ങിക്കാനുള്ള ഒരു സാമ്പത്തികമായില്ല. ഞാൻ ചെന്നിട്ട് അധികം നാളായില്ലായിരുന്നു, സാലറിയൊന്നും ആയിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, മാതാവേ, എനിക്ക് മാതാവിനെ കാണാനും പ്രാർത്ഥിക്കാനും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ആരാധന കൂടാനൊക്കെ എനിക്കൊരു വഴി ഒരുക്കി തരണേന്ന് പറഞ്ഞു. ഞാൻ അച്ഛൻ്റെ ആരാധന കൂടുമായിരുന്നു അതുവരെയൊക്കെ. അപ്പോൾ എനിക്ക് ഒരു ദിവസം എൻ്റെ മേഡം എനിക്ക് വിളിച്ചിട്ട്, നിൻ്റെ ഫോൺ പോയല്ലോ, നിനക്ക് ഞാനൊരു സെക്കൻഡ് ഹാൻഡ് ഐഫോൺ തരാമെന്ന് പറഞ്ഞു. മേഡം അപ്പോൾ എനിക്കൊരു ഐഫോൺ തന്നു. എനിക്കതിൻ്റെ ഫങ്ഷനും സംഭവങ്ങളൊന്നും എനിക്കറിയില്ല, അതെല്ലാം മേഡം എനിക്ക് ശരിയാക്കി തന്നു.
അതിനുശേഷം എല്ലാ ചൊവ്വാഴ്ചകളിലും ജോസഫ് അച്ഛൻ്റെ ആരാധന ഞാൻ കൂടുക, എല്ലാ കൃപാസനത്തിലെ ആരാധന എല്ലാം കൂടി അച്ഛൻ്റെ ടോക്ക് എപ്പോൾ കണ്ടാലും ഞാൻ എടുത്ത് നോക്കും, പ്രാർത്ഥിക്കും. 5:30 ആ സമയത്തൊന്നും വീട്ടിൽ ഉടമ്പടി എടുത്തിട്ടില്ല. അതിന് ശേഷമാണ് ഉടമ്പടി എടുത്തത്. ഒത്തിരി അനുഗ്രഹങ്ങൾ, പറഞ്ഞറിയിക്കാൻ വയ്യാത്ത അനുഗ്രഹങ്ങൾ അമ്മ എനിക്ക് തന്നിട്ടുണ്ട്. ലാസ്റ്റ് എനിക്ക് ഒമിക്രോൺ പിടിപെട്ടായിരുന്നു. പോരാറായപ്പോൾ അവർ 2 വർഷം കഴിഞ്ഞപ്പോൾ അവർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് അവരെന്നെ എന്ത് ചെയ്ത നാട്ടിൽ വിടില്ല. എൻ്റെ മോളുടെ കല്യാണം ആയപ്പോൾ നാട്ടിൽ വരണം. അവരോട് ചോദിച്ചപ്പോൾ അവരെന്ത് ചെയ്താൽ വിടില്ല, നീ പോകണ്ട, പോയാൽ നീ വരില്ല എന്ന് പറഞ്ഞു. എന്നോട് പെർമിഷൻ ഇല്ലാതെ എന്നോടൊന്നും ചോദിക്കാതെ തന്നെ അവരെൻ്റെ വിസ പുതുക്കി വെച്ചു. അപ്പോൾ ഞാൻ ഒത്തിരി സങ്കടപ്പെട്ടു. പക്ഷേ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഒരു ദിവസം 7 പ്രാവശ്യം വെച്ച് 7 ദിവസം ഞാൻ ചൊല്ലിക്കൊണ്ടേയിരുന്നു. അപ്പം എൻ്റെ ഹസ്ബൻഡ് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു, എനിക്ക് നാട്ടിലെത്തണമല്ലോ, മോളുടെ കല്യാണം നടത്തണം. അതുപോലെ 3 വർഷമായി ഞാൻ പോയിട്ട്. അപ്പോൾ ഹസ്ബൻഡും നന്നായിട്ട് പ്രാർത്ഥിച്ചു, എല്ലാവരും പ്രാർത്ഥിച്ചു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുടക്കം കൂടാതെ ചൊല്ലിക്കൊണ്ടേയിരുന്നു ഞാൻ. അങ്ങനെ പെട്ടെന്നൊരു അറിവ് വന്നു. അവരുടെ വലിയൊരു മേഡമുണ്ട്, ആ മേഡത്തിൻ്റെ അമ്മയുണ്ട്. ആ മേഡത്തിന് എന്നെ ഭയങ്കര ഇഷ്ടം. മേഡം എന്നോട് പറഞ്ഞു, നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, നിൻ്റെ മോളുടെ കല്യാണത്തിന് ഞാൻ വിടാം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചെറിയ മേഡം പറയണേ, നിനക്ക് പോകാനുള്ള ഫ്ലൈറ്റ് ചാർജൊന്നും ഞാൻ തരില്ല, നീ പൊക്കോ, പക്ഷേ പൈസ ഒന്നും ഞാൻ തരില്ല എന്ന് പറഞ്ഞു. ഞാനിത് വലിയ മേഡത്തിനോട് പറഞ്ഞു, മേഡം എനിക്ക് പോകാൻ ചാർജൊന്നും തരില്ല, പൈസ ഒന്നും തരില്ല എന്നാണ് പറഞ്ഞേ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. മേഡം പറഞ്ഞു, നീ പോകാൻ തയ്യാറായിക്കോ, ഞാൻ നിനക്ക് പൈസ തരാം, അവരറിയണ്ടെന്ന് പറഞ്ഞു. അവരറിയാതെ തന്നെ മേഡം എനിക്ക് പൈസയൊക്കെ തന്ന് എന്നെ പറഞ്ഞയച്ചു. അന്ന് ഞാൻ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, മാതാവേ, ഞാൻ ആദ്യം എയർപോർട്ടിൽ വന്നിറങ്ങിയാൽ ആദ്യം ഫസ്റ്റ് വരുന്ന കൃപാസനത്തിലായിരിക്കണം എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോടും മക്കളോടും പറഞ്ഞു, നിങ്ങൾ എന്നെ കൊണ്ടുവരാൻ വരുമ്പം എന്നെ ആദ്യം കൃപാസനത്തിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ആദ്യം ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് തിരികെത്തിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോയത്. മാതാവ് എത്ര പറഞ്ഞാലും തീരില്ലാത്ത അനുഗ്രഹം എൻ്റെ കുടുംബത്തിന് തന്നിട്ടുണ്ട്. എൻ്റെ അമ്മ ഇന്ന്, ഞങ്ങൾ ഹിന്ദുക്കളാണ്, എൻ്റെ അമ്മ ഇന്ന് മാതാവിൻ്റെ ഉടമ്പടി തൈലം, ഉടമ്പടി ഉപ്പ്, ഉടമ്പടി കാശുരൂപ, ഇതെല്ലാം എൻ്റെ അമ്മ എന്നും കൂടെ കൊണ്ട് നടക്കുകയാണ്. എൻ്റെ ആങ്ങളുടെ കിണറ്റിൽ വെള്ളമില്ലായിരുന്നു, വല്ലാതെ വറ്റി വരണ്ടിരിക്കുമായിരുന്നു. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എന്തിനാ വിഷമിക്കുന്നേ, പ്രാർത്ഥിച്ചിട്ട് അമ്മ കൊണ്ടുവന്ന് ഉടമ്പടി ഉപ്പിട്, അപ്പോൾ വെള്ളം ആയിക്കോളൂ എന്ന് പറഞ്ഞു. ഇപ്പോൾ ഞങ്ങളുടെ കിണറ്റിൽ നിറച്ച് വെള്ളമാണ്. ഇന്ന് വരെയും പറ്റിയിട്ടില്ല. ഇപ്പോൾ ഒരു 2 വർഷമായി ഞാൻ അമ്മയോട് അത് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ചേച്ചിയുടെ മോൾക്ക് കൊറോണ വന്നിട്ട് ഓക്സിജൻ ലെവൽ 50 താഴെ ആയിരുന്നു. ഞാൻ അവിടെ കുവൈറ്റിൽ വെച്ച് ഞാൻ അവിടെ നിന്ന് ഇവിടോട്ട് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും ഉടമ്പടി കാശുരൂപം കൊണ്ട് മോളുടെ കയ്യിൽ നിന്ന് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ അന്നേരം ആരെയും ഹോസ്പിറ്റലിലേക്ക് അടുപ്പിക്കില്ലായിരുന്നു. എന്നിട്ട് ഞാൻ ഇവരോട് നിർബന്ധിച്ച് പറഞ്ഞു, നിങ്ങൾ മാതാവിൻ്റെ കാശുരൂപം കൊണ്ട് അവളെ ഒന്ന് എത്തിച്ചു കൊടുക്കുക. അങ്ങനെ ഒരു സിസ്റ്റർ മുഖേന ആ കാശുരൂപം മോളുടെ കയ്യിലെത്തിച്ചു. അവൾക്ക് ഓക്സിജൻ ലെവൽ കയറി നന്നായിട്ട് റിക്കവറായി, അവൾ ഡിസ്ചാർജായി സുഖമായിട്ടിരിക്കുന്നു. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി, എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. അതുപോലെ ജോസഫ് അച്ഛനോട് പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുക. ഇതുപോലെ ജനങ്ങൾക്ക് വേണ്ടി ഇതുപോലെ എല്ലാവരെയും സംരക്ഷിച്ചുകൊണ്ട് ഇതുപോലൊരു ദേവാലയം പടുത്തുയർത്ത അച്ഛന് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല ജോസഫ് അച്ഛനോട്. അതുപോലെ ഇവിടെ എല്ലാ ജീവനക്കാരോടും ഗായകരോടും എല്ലാവരുടെ ഭക്തിനിർഭരമായ ഗാനങ്ങളും 1000 നന്ദി, 1000 നന്ദി. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, പരിശുദ്ധ അമ്മേ നന്ദി. മരിയൻ ഉടമ്പടി പ്രാർത്ഥനയിലൂടെ പ്രത്യേകമായിട്ട് ഈശോയ്ക്ക് പ്രത്യേകമായിട്ട് ഈ കുടുംബത്തെ കാത്തു സംരക്ഷിക്കുകയായിരുന്നു. അമ്മ പ്രത്യേകമായിട്ട് ഇടപെടുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്തു. മരിയൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും ലഭിക്കുന്ന ഒരു വലിയ കാര്യമാണ് സംരക്ഷണം. കൊളോസസ് 3:11 പറയുന്നത്, ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. ആര് ക്രിസ്തുവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചാലും ആ ക്രിസ്തുവിനെ അനുഭവിക്കുവാനായിട്ട് അവർക്ക് സാധിക്കും. ഏത് മതസ്ഥൻ വന്ന് പ്രാർത്ഥിച്ചാലും ക്രിസ്തുവിനെ അതേ അളവിൽ തന്നെ പൂർണ്ണതയിൽ അനുഭവിച്ചറിയാനായിട്ട് കഴിയും. ഹൈന്ദവ വിശ്വാസത്തിലാണെങ്കിലും പരിശുദ്ധമ്മയെക്കുറിച്ച് അറിഞ്ഞ് അന്നൽ മുതൽ അമ്മയോടൊപ്പം സഞ്ചരിച്ച് ഈശോയുടെ കഴുകിലായിരുന്ന അമ്മ പറഞ്ഞ ആ കാര്യം യോഹന്നാൻ 2:5 അവൻ പറയുന്നത് പോലെ ചെയ്യുക,
കർത്താവിൻ്റെ വാക്കുകൾ അനുസരിച്ച് കൊണ്ട് ജീവിക്കുക. ആ അനുസരണം ഇവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഐശ്വര്യം അനുഭവിക്കാൻ സാധിച്ചു. യെശയ്യാ 1:19 അനുസരിക്കുന്നെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കുമെന്ന്. ആ ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വന്ന നാൾ മുതൽ പ്രൊട്ടക്ഷൻ അനുഭവിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ഒത്തിരി ദുശീലങ്ങളുണ്ടായിരുന്ന ഭർത്താവ് ജീവിതത്തിൽ അവയെല്ലാം മാറ്റിവെച്ചു. രോഗത്തിൻ്റെ അവസ്ഥയിൽ ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കാൻ സാധിച്ചു, സംരക്ഷണം അനുഭവിച്ചു. കൊറോണ ആദ്യമായിട്ട് അവരുടെ മുനിസിപ്പാലിറ്റിയിൽ ആദ്യമായിട്ട് ബാധിച്ച ഇത് ഇദ്ദേഹത്തിനായിരുന്നു. അതുപോലെ ഒത്തിരിയേറെ അസ്വസ്ഥതകളുണ്ടായിരുന്നു. പക്ഷെ അതിലൊക്കെ അമ്മ ഈശോയും പ്രത്യേകമായിട്ട് ഇടപെട്ടു. സാധന ജപമാല ഇങ്ങനെ ചൊല്ലണമെന്നൊന്നും അറിയത്തില്ലെങ്കിൽ പോലും ആ ജപമാല ചൊല്ലി എങ്ങനെയൊക്കെയോ പ്രാർത്ഥിച്ചു. പരിശുദ്ധ അമ്മ അത് ഗൗരവമായി കണ്ട് സീരിയസ് ആയിട്ട് എടുത്തു, അത് ഈശോയ്ക്ക് കൊടുത്തു. അറിയാൻ പാടില്ലെങ്കിൽ പോലും അമ്മയെ മുറുകെ പിടിച്ചുകൊണ്ട് ജപമാല അർപ്പിക്കാൻ കഴിച്ച ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആ നിമിഷത്തിൽ പോലും ദൈവത്തിൽ ആശ്രയിക്കാനായിട്ട് എടുത്ത ആ ഒരു മുൻകൈ അത് അമ്മ കണ്ടിരുന്നു, ഈശോ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഈശോയുടെ സാന്നിധ്യം അമ്മയുടെ പ്രത്യേകമായിട്ട് അവിടെ ഉണ്ടായി. അതുപോലെ കൃപയുടെ നിറവിലേക്ക് ഇവർക്ക് കടന്നു വരാൻ സാധിച്ചു. അതുകൊണ്ട് ഓരോ മേഖലയും, പ്രത്യേകിച്ച് മകൻ്റെ കാര്യത്തിലും ഫിറ്റ്സ് ഉണ്ടാകുന്ന വിഷയത്തിലും അമ്മ ഈശോ ഇടപെട്ടു. അങ്ങനെ ഓരോ രോഗസൗഖ്യങ്ങൾ, ചെറുതുവലുതുമായിട്ട് രോഗസൗഖ്യങ്ങളുടെ സംരക്ഷണം, നാട്ടിലേക്ക് എത്താൻ പറ്റുന്ന മകളുടെ കല്യാണത്തിൻ്റെ കാര്യങ്ങളിലുണ്ടായ ഇടപെടൽ, അതുപോലെ തന്നെ സാമ്പത്തിക ക്രമീകരണം, ഒരു ജീവിതത്തിൽ ആവശ്യമായ എല്ലാ മേഖലകളിലും ഈശോയമ്മയും ഇടപെട്ടു എന്നുള്ളതാണ്. അതിനെ ഓർത്ത് ഈ കുടുംബത്തോടൊപ്പം ഈശോയ്ക്ക് അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് തൃത്വിക ദൈവത്തെ മഹത്വപ്പെടുത്തി കരമടിച്ച് അവിടുത്തെ ആരാധിക്കാം. ഈശോയെ നന്ദി, ഈശോ ആരാധന, ഈശോയെ മഹത്വം.